ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ SDPI നിൽക്കുകയാണ്. ഈ ജമായത്ത് ഇസ്ലാമിയുടെയും SDP-യുടെയും സഖ്യകക്ഷിയാണ് ഇപ്പോഴും കോൺഗ്രസ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഇപ്രാവശ്യത്തെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്കറിയാം. UDF-ഉം ജമായത്ത് ഇസ്ലാമും ആണെന്നുള്ളത്. അപ്പോൾ UDF എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഒരു സഖ്യകക്ഷിയെ പോലെ ജമായത്ത് ഇസ്ലാമിനെയും SDP-യെയും ചേർത്ത് നടത്തുകയാണ്. ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉൽപ്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോൺഗ്രസിൻ്റെ അകത്തും വരും, ലീഗിൻ്റെ അകത്തും വരും. മുസ്ലിം ലീഗ് വർഗീയതയ്ക്കെതിരായിട്ടൊക്കെ സജീവമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന വാദം ഉന്നയിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുമായി ചേർന്ന് സ്വാഭാവികമായിട്ട് UDF-ന്റെ കക്ഷിയായിട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗിലും അത് ശക്തിയായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും, ഇനിയും എതിർക്കും. ഇതേവരെ എതിർത്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള RSSനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും. ഭൂരിപക്ഷ വർഗീയവാദത്തിനും ന്യൂനപക്ഷ വർഗീയവാദത്തിനും എതിരായിട്ടുള്ള ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ ശക്തികൾക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഇതിൻ്റെ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDF-ന്റെയും ജയത്തിൻ്റെ പിന്നിൽ ജമായത്ത് ഇസ്ലാമിൻ്റെയും SDP-യുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോടുകൂടിയാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. വർഗീയ ശക്തിയെ ആവാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരോട് ഞങ്ങൾ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് ഇപ്പോഴും ലീഗ് സംവിധാനത്തെ മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കുമ്പോൾ കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിൻ്റെ അകത്തും ജമായത്ത് ഇസ്ലാമും SDP-യും തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വരാതിരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇതേ ഞാനീ പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയിൽ മുമ്പിലും പിമ്പിലും അണിനിരുന്നവർ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞാൽ അല്ല, അത് ഞാൻ പറഞ്ഞ വളരെ കറക്റ്റായിട്ടാണല്ലോ. വിജയരാഘവൻ പറഞ്ഞത് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് അതിശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് അത് തന്നെയാണ് കണ്ടത്. ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഉള്ളതാണ്. ന്യൂനപക്ഷ സ്നേഹം അന്നും ഇന്നും ഉള്ളതാണ്. ന്യൂനപക്ഷം എന്ന് പറയുന്നത് വർഗീയവാദികളൊന്നുമല്ല. ന്യൂനപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ് എന്ന് നിങ്ങളവിടെ ആരാ പറഞ്ഞത്? മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശപ്പെടാനൊന്നും ജമായത്ത് ഇസ്ലാമിന് അവകാശമില്ല, SDP-യും ഇല്ല. അതൊരു ചെറിയ ന്യൂനപക്ഷമാണ്. അപ്പോൾ ശരിയായ രീതിയിൽ അവിടെ മഹാഭൂരിപക്ഷം വരുന്നതും മുസ്ലിം സമുദായത്തിൽ സെക്യുലറാണ്, മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരാണ്. ആ ഉള്ളടക്കത്തെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നാൽ അതിശക്തിയായി ജമാഅത്തെ ഇസ്ലാമിനെയും SDP-യെയും നിശ്ചിതമായ വിമർശനത്തിൽ വിധേയപ്പെടുത്തുന്നത്. ഞങ്ങളിപ്പോൾ ഒരു സ്ട്രാറ്റജി അതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ പറഞ്ഞതെന്താ പറഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും, ഈ രണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോകുമ്പോൾ പണ്ട് പറഞ്ഞ പോലെയല്ല, കോൺഗ്രസും ലീഗും ന്യൂനപക്ഷ വർഗീയതയെ സഖ്യകക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇല്ല, ഞങ്ങൾ ഉത്തരവാദിത്തം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, വർഗീയവാദികളുടെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇവരെല്ലാം ജയിച്ചത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാസർഗോഡ് ജയിച്ചത് ലീഗ് മാത്രമല്ല, ലീഗിൻ്റെ ഒപ്പം ജമാഅത്ത് ഇസ്ലാമുണ്ട്. 5,000, 10,000, 15,000 വോട്ടുണ്ട് അവർക്ക്. അവർ മത്സരിച്ചിട്ടില്ല.
അവർ പൂർണ്ണമായിട്ട് ഇവരൊപ്പം നിൽക്കുക ചെയ്തേ. അതുകൊണ്ടാണ് ഇവർക്ക് 1 ലക്ഷം വോട്ട് ഭൂരിപക്ഷം. അല്ലാണ്ട് വെറുതെ കിട്ടിയതല്ല ഭൂരിപക്ഷം. UDFന്റെ ഭൂരിപക്ഷമല്ല, ജമാഅത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ SDPയുടെയും അതാണ് ഭൂരിപക്ഷം ഇവരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അത് പിന്നെ അത് മറന്നു പോകണ്ട. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യുന്നവർ ഇപ്പോൾ ആരാണെന്ന് എങ്ങനെ നിശ്ചയിക്കും? അത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തീരുമാനിക്കാനേ പാടില്ല. കാരണം അതെല്ലാം രഹസ്യ വോട്ടല്ലേ, അല്ല പിന്നെ എങ്ങനെയാ അത് പറയുക? രഹസ്യ വോട്ടല്ലേ, അതിന് പറയാൻ പറ്റും ഇന്നാൾ ചെയ്തു തോന്നുന്നു. ആ ആ അതൊക്കെ ഗവൺമെൻറ് തലത്തിൽ ആവശ്യമായ നിലപാട് അവർ സ്വീകരിക്കട്ടെ. അതന്നെ ഞാൻ പറയുന്നത്. അത് ഗവൺമെൻറ് എന്ന രീതിയിൽ കാണുകയും ചർച്ച ചെയ്യുകയും ആവശ്യമായ രീതിയിലുള്ള പരിഹാരം കാണുകയും ചെയ്യട്ടെ. പാർട്ടിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം അത് നിങ്ങളിപ്പം കേരള കോൺഗ്രസിനെ പറ്റിയല്ലേ പറയുന്നത്. കേരള കോൺഗ്രസും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ. പാർട്ടിക്ക് അഭിപ്രായമില്ല. അല്ല, ഇപ്പം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നർത്ഥം. പക്ഷേ ഈ വിജയരാഘവൻ 2 സംസ്ഥാന രംഗത്ത് വന്നിട്ടുണ്ട്. സംസ്ഥാന 2 വിഭാഗവും വിജയരാഘവൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അതും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ നിലപാടെന്താണെന്ന് വ്യക്തമാക്കി. അത് വിജയരാഘവനായാലും MP ഗോവിന്ദനായാലും എല്ലാം കണക്ക് തന്നെയാണ്. ഞങ്ങളുടെ നിലപാട് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ SDPയും UDFന്റെ സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചു. അപ്പോൾ അവരുടെ എല്ലാം വോട്ട് വാങ്ങിയിട്ട് തന്നെയാണ് അവർ ജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിനകത്ത് അതിൻ്റെ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്, ഉറപ്പായിട്ട് വരുമല്ലോ, വരട്ടെ. അല്ല, റിപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ. പരിശോധിക്കാം എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന്. 3 മാസമായി റിപ്പോർട്ട് വന്നില്ല. അതെ, അത് പരിശോധിച്ചില്ല, ഞങ്ങൾ പരിശോധിച്ചില്ല. അത് പുറത്ത് വന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. റിപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല, പുറത്ത് വന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അല്ല, അകത്ത് വന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഞങ്ങളെന്താ പാർട്ടിക്ക് എങ്ങനെ കിട്ടുക? ഇല്ല, പാർട്ടി കിട്ടിയില്ല. അതൊക്കെ ചർച്ച, അതിലൊന്നും ധൃതി പിടിക്കണ്ട. നമുക്ക് അടുത്ത പൂരാകുമ്പോഴേക്ക് ശരിയായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ആനപ്രശ്നം തീർന്നല്ലോ.